അല്ല ശാരിക, ഇന്നൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ ശാരികയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ശാരിക ഹോട്ട് സീറ്റിൽ ഇരുന്നോളൂ, ഞാൻ അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഇവിടെ വ്യത്യസ്തനാവുകയാണ്. അതായത് ആശാന്റെ പിലോപ്പസ് വേറെയാണെന്ന് അർത്ഥം. ഉണ്ടോ? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലേ? You know, she's a cringe fest lady. അപ്പോൾ രേണു സുധീനെ ഇന്റർവ്യൂ ചെയ്ത് ആ ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി അസസ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ ശാരികയ്ക്ക് എന്താണ് തോന്നുന്നത്? അങ്ങാട് കളിക്കല്ലേ, അതൊരു പെശക് സാധനം ഉണ്ടാ. ക്വാളിറ്റിയിൽ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു വെറൈറ്റി ഷോ ആയിട്ടാണ് എനിക്കത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി തോന്നിയിരിക്കുന്നത്. ഞാനൊരു പ്രൊഫഷണലാണ്. സോ ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഒരു ഷോ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഓക്കെ, അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയും. അവര് ഭയങ്കരമായിട്ട് ബുള്ളീഡായി ആ പരിപാടിയിൽ നിന്ന് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. നിന്റെ കോൺഫിഡൻസ് കുറച്ച് ഓവറാണ് കേട്ടോ. അപ്പൊ അതിനോട് എങ്ങനെയാ ശാരിക റിയാക്ട് ചെയ്യുക? അവ ആരും ആരെയും ബുള്ളി ചെയ്തിട്ടില്ല. ഇത് ശരിക്കും ഒരു നല്ല ഷോ ആണ്. അതായത് തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമാ ഇതൊക്കെ. അതിന് പ്രേക്ഷകർ എന്തിനാണ് ഇത്രയും പൊട്ടിത്തെറിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രേക്ഷകർ ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഞാൻ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അതേ ആൾക്കാരാണ് ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം രേണു സുധിക്ക് ഒരുപാട് ഫാൻസ് കൂടി ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം. അത് രേണു സുധി എന്നോട് നന്ദി പറയണ്ടേ? അന്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി നായിന്റെ മോൻ. രേണു സുധി നന്ദി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. രേണു സുധി പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ. രേണു സുധി ഇന്റർവ്യൂ കണ്ടിട്ടില്ല. ദാറ്റ്സ് വൈ യു ആർ സേയിങ് ലൈക്ക് ദിസ്. എടാ ഈഗോ തലയ്ക്കാത്തായ അല്ലടാ, അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാ നോക്കല്ലേ. കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ. ചുമ്മാ കള്ളം പറയുന്നതാണ്, മൂത്തോക്കി കള്ളം പറയുന്നു. അങ്ങനെ ബോംബെറിഞ്ഞു. ഇനി എത്രത്തോളം പൊട്ടു നോക്കിയാൽ മതി. ഐ എം നോട്ട് ദേർ ഫോർ ഷൗട്ടിങ് അറ്റ്. ഞാൻ ഇങ്ങനെ എന്റെ രീതി ഇതാണ്. ഞാൻ ഷൗട്ട് ചെയ്തോളൂ, ഞാൻ ഷൗട്ട് ചെയ്ത് റെസ്പോൺസ് തരില്ല. ഓക്കെ. തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും, അതുകൊണ്ടാ പറയുന്നത്. കാരണം സൈക്കോ എന്ന ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശാരിക അത് പറയേണ്ട രേണു സുധി അല്ലേ, ഡോക്ടർ അല്ലല്ലോ. സഹിക്കണേനും ക്ഷമിക്കണേനും അതിലുണ്ട് കേട്ടാ. രേണു സുധി കരഞ്ഞോ? രേണു സുധി ചിരിച്ചോണ്ടാണ് എന്റെ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്ത്. നിങ്ങൾ കണ്ടില്ലേ? സുധിയുടെ കഴിവ്. അപ്പൊ എന്താ എനിക്ക് കഴിവില്ലേ? അത് നിനക്ക് വല്ല നാണുണ്ടാ, നിനക്ക് വല്ല ബോധമുണ്ടാ, നിനക്ക് വല്ല കഴിവുണ്ടാ? ഞാൻ പറഞ്ഞില്ല, അത് ശാരിക സ്വയം ചോദിക്കേണ്ട ചോദ്യം. ശാരികക്ക് എന്റെ വാലിഡേഷൻ വേണോ, കഴിവ് വേണോ? വേണ്ട, എന്നെ വേണ്ട. എനിക്ക് വാലിഡേഷന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഓഡിയൻസിന് ഇത്രയും ദേഷ്യം വരേണ്ട കാര്യം എന്താണ്? ഓഡിയൻസിന് ചോദിക്കണം, ഞാനെന്ത് പറയാനാ? ഇല്ല, അറിവില്ല, ക്ഷമയില്ല. ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ പ്രവർത്തിക്കണം, അല്ലാതെ കുറെ വേഷം കിട്ടി നടന്നിട്ടൊന്നും കാര്യമില്ല. ഓരോ കമന്റ് ഇടുന്ന ആൾക്കാരുടെ അടുത്തേക്കും പോയി ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ശാരികയ്ക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ട് സ്റ്റുപ്പിഡിറ്റി അല്ലേ? ഹോട്ട് സീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഹോട്ട് സീറ്റ് ഇങ്ങനെയാണ്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. Now I believe in karma. എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള ഹോട്ട് സീറ്റിൽ നിങ്ങളോട് മറുപടി പറയാനായിട്ട്. ശാരിക എഴുന്നേറ്റ് പോകും. ഞാൻ എഴുന്നേറ്റ് പോകും. ഇങ്ങനെ എന്താ അതിന്റെ ഒരു രൗദ്രഭാവം? ഹോട്ട് സീറ്റ് കാണാൻ നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് വരും എങ്ങനെയാ ഹോട്ട് സീറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് താല്പര്യമില്ല. ഒരരിശം വന്ന് കിണറ്റി ചാടിയാ 9 അരിശം വന്നാ തിരിച്ചു കയറാൻ പറ്റുമോ?